Are you in your 70s? So you are in your golden years. 70 വയസ്സിലെ ആ സുവർണ നിമിഷങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ്? ടിപ്സ് ടു എൻജോയ് ലൈഫ് അറ്റ് 70s. 70 വയസ്സിലും നമ്മൾ ടെൻഷൻസ് ഒക്കെ കൊണ്ടു നടക്കുന്ന ആളാണോ? എങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ ഓൾ ദ ടെൻഷൻസ്. ഇനി എന്താ ആലോചിക്കാനുള്ളത്? ഇതാണ് നിങ്ങളുടെ സുവർണ കാലഘട്ടം. ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഒരു കാരണമുണ്ട് കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബർ ഷെല്ലി എന്നൊരു സാറ് എന്നോട് സജസ്റ്റ് ചെയ്തതാണ് 70 വയസ്സുകാരുടെ കാര്യം അടുത്ത് പറയണേന്ന്. അത് 40 വയസ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈഫ് അറ്റ് 40s. അത് കണ്ടിട്ടാണ് സാറ് പറഞ്ഞത്. സാറിൻ്റെ യൂട്യൂബ് ചാനൽ ഷെല്ലി MF എന്നാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഈ ഒരു ലൈഫ് അറ്റ് 70s എന്നുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ കമൻസിലൂടെ എനിക്ക് റിക്വസ്റ്റ് വരുന്നതും അതിനെ തുടർന്ന് വീഡിയോ ചെയ്യുന്ന എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫ് അറ്റ് 70s എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ്. എസ്പെഷ്യലി സെലിബ്രേറ്റ് യുവർ വിസ്ഡം. നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടും അല്ലേ? നമുക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു സെലിബ്രേറ്റ് അവർ വിസ്ഡം. അത് വിചാരിച്ച് സിറ്റ് ഓൺ വൺ കുഷ്യൻ ചെയർ അതല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. വി ഹാവ് ടു സെലിബ്രേറ്റ് അവർ വിസ്ഡം എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ ഈ 69 ഇയേഴ്സിൽ വന്നു പോയിട്ടുണ്ട് അല്ലേ? ദെൻ ഹൗ വി യൂട്ടിലൈസ്. നമ്മൾ കഴിഞ്ഞു പോയിട്ടുള്ള നഷ്ടപ്പെട്ട കാര്യങ്ങളെ ഓർത്ത് കരഞ്ഞിരിക്കുകയാണോ, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് ഗ്രാബ് ചെയ്യുകയാണോ? എന്താണ് നിങ്ങളുടെ ഹാബിറ്റ്? ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾ നേടിക്കഴിഞ്ഞു അല്ലേ? ഇനി റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കുറച്ചൊക്കെ റെസ്റ്റ് എടുത്തോളൂ. പക്ഷേ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യേണ്ട ഒരു സമയമാണ് ഈ 70കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്, ഇനിയും അറിയാനുണ്ട്. ഇനിയും അറിയാനുണ്ടോ ചോദിച്ചാൽ ശരിയാണ്, ഇനിയും അറിയാനുണ്ട്. കുറേ സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യാത്തതുണ്ടാവും. അപ്പോൾ ട്രാവൽ ചെയ്യാൻ ആരോഗ്യമുള്ളവരാണെങ്കിൽ ട്രാവൽ ചെയ്യാം. ഈവൻ ഐ റിയലി എൻജോയ് വെൻ ഐ സീ വ്ളോഗ്സ് ഓഫ് ഓൾഡ് ഏജ് പീപ്പിൾ. സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ വ്ളോഗൊക്കെ കാണുമ്പോൾ ഐ റിയലി എൻജോയ്, ബിക്കോസ് ഐ ഫീൽ സോ മച്ച് ഇൻസ്പിറേഷൻസ് ഫ്രം ദം. അവരിൽ നിന്ന് നമുക്ക് നമ്മുടെ ഒരു യങ്ങർ ജനറേഷന് നമുക്ക് കൊടുക്കാനുള്ള എന്താ, ഇൻസ്പിറേഷൻ കൊടുക്കാൻ പറ്റും. അതേസമയം നമ്മളും നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാണ് അല്ലേ? നമ്മുടെ ലൈഫ് നമ്മൾ ധാരാളം ട്രാവൽ ചെയ്യുന്നു, ധാരാളം പുസ്തകം വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ ധാരാളം അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ 70 കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ലൈഫ് ഇതാ തീരാൻ പോകുന്നു എന്നൊന്നും ചിന്തിക്കേണ്ട. ലൈഫ് അറ്റ് 70s എന്ന് പറഞ്ഞാൽ ലൈഫ് അറ്റ് 20s പോലെ തന്നെയാണ്, ലൈഫ് അറ്റ് 40s പോലെ തന്നെയാണ്, ലൈഫ് അറ്റ് 50s പോലെ തന്നെയാണ്, 60s പോലെ തന്നെയാണ്. ഇറ്റ്സ് 70 എന്ന് പറയുന്നത്. അതൊരു ക്രൂഷ്യൽ ലൈഫ് ടൈം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. നമുക്ക് പേപ്പറിലൊക്കെ എവറി ഡേ വി ഗെറ്റ് പസിൽസ് അല്ലേ? സുഡോക്ക ആവാം, പസിൽസ് ആവാം, അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുക അതൊക്കെ ഫില്ല് ചെയ്യുന്നത് എന്തിനാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെമ്മറി പവർ കൂടും കേട്ടോ. ഇത്തരം പസിൽസ് ഒക്കെ ഫില്ല് ചെയ്യുമ്പോഴും. അതുപോലെ തന്നെ ഈ കടങ്കഥകളൊക്കെ ഇല്ലേ, കടങ്കഥകളൊക്കെ നമ്മൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കടങ്കഥകൾ വീണ്ടും ഓർത്തെടുത്തിട്ട് പറയാം. അതുപോലെ നമ്മളുടെ യങ്ങർ ജനറേഷൻ്റെ അടുത്ത് അതൊക്കെ ഷെയർ ചെയ്യാം. നമുക്കറിയണ പഴഞ്ചൊല്ലുകൾ, കടങ്കഥകൾ, ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള ഒരു അസറ്റ് മാത്രമല്ല, നമ്മുടെ മെമ്മറി ബൂസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് കൂടിയാണ് ഇത്തരം പസിൽസ് ഫില്ല് ചെയ്യുമ്പോഴും കടങ്കഥകളൊക്കെ ഫില്ല് ചെയ്യുമ്പോഴും സ്റ്റോറീസ് വായിക്കുമ്പോഴും. എല്ലാവർക്കും പുസ്തകം വായിക്കാനൊന്നും ഇഷ്ടമുണ്ടാവില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരുവിധം എല്ലാവരും മൊബൈലൊക്കെ നോക്കിയിട്ടായിരിക്കും ഉറങ്ങുക അല്ലേ? അപ്പോൾ എന്തുണ്ടാവും, നമ്മുടെ സ്ലീപ്പിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. നമ്മൾ ചെറുപ്പകാലത്ത് പുസ്തകമൊക്കെ നോക്കിയിരുന്ന ആൾക്കാർ ഇപ്പോൾ നമ്മുടെ ടെക്നോളജീനെ പിന്തുടർന്ന് മൊബൈൽ നോക്കി കുറേ ഷോർട്സ് കണ്ട് വീഡിയോ കണ്ട് മിക്കവരും യൂട്യൂബൊക്കെ നോക്കിയിട്ടായിരിക്കും ഉറങ്ങുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഉറക്കം ശരിയാവില്ല. സോ കോൺസെൻട്രേറ്റ് ഓൺ യുവർ ഹെൽത്ത്, സ്ലീപ്പ് വെൽ. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ കാണുക, വായിക്കാൻ പറ്റുന്നതൊക്കെ വായിക്കുക. അതുപോലെ പസിൽസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിലും അല്ലെങ്കിലും പസിൽസൊക്കെ ട്രൈ ചെയ്തിട്ട് നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യണത് എപ്പോഴും നല്ലതാണ്. ഉറക്കം മറക്കരുത്. അതുപോലെ തന്നെ വെള്ളം കുടിക്കണം കേട്ടോ. വെള്ളം നമുക്ക് ഒറ്റയടിക്കൊന്നും എപ്പോഴും കുടിക്കാൻ പറ്റിയെന്ന് വരില്ല. ആ ഒരു നമ്മുടെ യങ്ങർ സെൽഫിൻ്റെ പോലെ നമ്മൾക്ക് ഇപ്പോഴും സീനിയർ ആയിരിക്കുമ്പോഴും പറ്റണമെന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാൻ എപ്പോഴും മറക്കണതാണ് അല്ലേ? പിന്നെ നമ്മൾ ഒരു ഏജ് ആകുമ്പോൾ നമ്മുടെ കയ്യിൽ ധാരാളം പൈസ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ പൈസ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ളവർക്കൊക്കെ വിതരണം ചെയ്യാമെന്ന് വിചാരിക്കും. അത് ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ. ഓക്കെ, എനിക്ക് ഇത്രയൊക്കെ പൈസ മതി, ഞാൻ വലിയ സീനിയർ ആയല്ലോ, സീനിയർ സിറ്റിസൺ ആയല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഈ പൈസയൊക്കെ വിതരണം ചെയ്യില്ലേ? പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമുക്ക് ആവശ്യമുള്ള പൈസ നമ്മുടെ കയ്യിൽ എപ്പോഴും
സെക്യൂർ ആയിട്ട് ഉണ്ടാവണം. പിന്നെ ഒരു സീനിയേഴ്സിൽ കണ്ടുവരുന്ന ഒരു ടെൻഡൻസി ഷോപ്പിംഗ് എന്നുള്ളതാണ്. സെയിൽ കണ്ടാലും എന്തിനേലും ധാരാളം ഷോപ്പ് ചെയ്യും. ഡു വി നീഡ് ദാറ്റ് എക്സാക്ട്ലി? നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഷോപ്പ് ചെയ്യുക എന്നൊരു, കാരണം നമുക്ക് ചിലപ്പോൾ ചെറുപ്പത്തിൽ അത്രയൊന്നും വാങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പം ചെറുപ്പത്തിൽ നമ്മൾ മക്കളെ വളർത്തുന്ന സ്ട്രഗിളോ ജീവിതം ഒന്ന് ബെറ്റർ ആക്കണതിൻ്റെ സ്ട്രഗിളോ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ കയ്യിൽ അപ്പം കിട്ടാത്ത പൈസ ഇപ്പം ധാരാളം റിട്ടയർമെൻറ്റ് ഫണ്ടായിട്ടൊക്കെ കിട്ടുമ്പോൾ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ തോന്നും. സ്പെൻഡ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാം, നമ്മൾക്ക് ഇഷ്ടമുള്ളവർക്ക് അത്യാവശ്യത്തിന് കൊടുക്കുക, എല്ലാം കൊടുക്കരുത് കേട്ടോ. ഞാനിപ്പോൾ എന്നെ ഒരു സംഭവം ഇതുപോലെ കേട്ടു. ധാരാളം പൈസ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് അവസാനം സ്വന്തം കയ്യിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പൈസ ഇല്ലാണ്ട് ഫാമിലിയോട് ചോദിക്കുമ്പോൾ വൈ യു സ്പെൻഡ് ദാറ്റ് മച്ച് എന്ന് ചോദിക്കുന്ന ഫാമിലി മെമ്പേഴ്സിൻ്റെ കാര്യവും ഞാൻ കേട്ടു. സോ ഓൾവേസ് ബി കോൺഷ്യസ് വൈൽ സ്പെൻഡിങ് ദ മണി അറ്റ് എനി ഏജ്. അത് നമുക്ക് കോൺഷ്യസ് ആയിരിക്കണം. പക്ഷെ നമ്മുടെ ആ ഒരു യങ്ങർ ഏജിൽ നമ്മുടെ കയ്യിൽ അത്രയ്ക്കും പൈസ ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് റിട്ടയർ ആയി എന്ന് വെച്ചാൽ നമുക്ക് അത്ര ചിലവൊന്നും ഇല്ല എന്ന് വെച്ചാൽ എല്ലാം കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ലെറ്റിങ് ഗോ എന്നുള്ളൊരു സംഭവമുണ്ട്. നമ്മൾ എപ്പോഴും പറയും ധാരാളം ചിന്തകളൊന്നും മനസ്സിൻ്റെ ഉള്ളിൽ വെക്കേണ്ടതാണ്. പക്ഷേ ഇപ്പം നമുക്ക് ധാരാളം സമയമുണ്ടല്ലോ, ചിന്തിക്കാനും സമയമുണ്ട്. അപ്പം നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. വൈ? എന്തിനെങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കണേ? ഈ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തൂടെ? എൻ്റെ ഗ്രാൻഡ് മദർ റിട്ടയർമെൻറ്റ് ലൈഫിന് ശേഷം ധാരാളം ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ടാക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. റിയലി ഐ റിമെമ്പർ ഓൾ ദോസ് ഗോൾഡൻ ടൈം. ഞാൻ ആ ഒരു സമയത്ത് ഗ്രാൻഡ് മദർ ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങൾ ധാരാളം കേർട്ടൻ മോഡൽസ്, വയർ വർക്ക്സ്, ഇതൊക്കെ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. സോ ഇതുപോലെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്നവരും ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നവരും പ്ലീസ് കണ്ടിന്യൂ ദാറ്റ്. ആവശ്യമില്ലാതെ നമ്മുടെ പാസ്റ്റിൽ നമ്മൾ ചെറിയ ആളായിരിക്കുമ്പോൾ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ഐ ക്യാൻ ഡു ദിസ് ടൈം എന്നുള്ളത് ചിന്തിക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. വീട്ടിൽ ധാരാളം കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ജേർണൽസ് ആയിട്ടും സുവനീർസ് ആയിട്ടും നമ്മൾ മെമ്മറി ഉള്ള കുറേ സാധനങ്ങളില്ലേ, അതൊക്കെ എടുത്ത് കളഞ്ഞോളൂ. വീട് കുറച്ചൊന്ന് ആവശ്യമില്ലാത്തതൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ച് നല്ലതായിരിക്കും. നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ എന്തിനാണ് നമ്മുടെ വീട്ടിൽ വെക്കുന്നത്? കൂടുതൽ മെമ്മറീസ് കീപ്പ് ചെയ്യാൻ നമ്മുടെ മൈൻഡിൽ തന്നെ ധാരാളം ഉണ്ടല്ലോ. അപ്പം അത്യാവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ലെറ്റ് ഇറ്റ് ഗോ, അതും കളയുക. സോ ഡീക്ലട്ടറിങ് എന്ന് പറയുമ്പോൾ തന്നെ മൈൻഡ് കുറച്ചൊന്ന് ഫ്രീ ആയിരിക്കും. അതുപോലെ പിന്നെ എൻ്റെ മൈൻഡിൽ വരുന്ന വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മൈൻഡ്ഫുള്ളി എപ്പോഴും അവൈലബിൾ ആയിരിക്കുക നമ്മളോട് തന്നെ കേട്ടോ. എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കുക എന്നല്ല, എൻജോയ് എവ്രി മൊമെൻറ്റ് ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക. നമ്മൾക്ക് ആരും, നമ്മുടെ മക്കളാവട്ടെ ഗ്രാൻഡ് ചിൽഡ്രൻ ആവട്ടെ, സന്തോഷമൊന്നും പാക്കറ്റിൽ കൊണ്ടുതരാൻ പോണില്ല. സോ നമ്മൾ എന്ത് തന്നെ ചെയ്താലും ഓൾവേസ് 24 hours ആർക്ക് അവൈലബിൾ ആയി ഇരുന്നാൽ കൂടിയും നമ്മൾക്ക് ആവശ്യമുള്ള ഹാപ്പിനെസ് ആർക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഹൂസ് ദ കൺസേൺ പേഴ്സൺ? നമ്മൾ തന്നെയാണ് നമുക്ക് ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും നാളും നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ഇനിയെങ്കിലും എൻജോയ് ഈച്ച് ആൻഡ് എവ്രി മൊമെൻറ്റ് ഓഫ് യുവർ ലൈഫ്. ഇനി നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കണോ? പഠിച്ചോളൂ. ഇനി നിങ്ങൾക്ക് വായിക്കാനായിട്ട് ധാരാളം പുസ്തകങ്ങൾ വേണോ? ടു മച്ച് ഡിപ്പെൻഡൻ്റ് ആവാതെ നമ്മൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ സ്വായത്തമാക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുമോ, ഈച്ച് ആൻഡ് എവ്രി മൊമെൻറ്റ് എൻജോയ് യുവർ ലൈഫ്. സോ ലൈഫ് അറ്റ് 70 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി എ ഗോൾഡൻ ഏജ്. യു ഹാവ് ലോട്ട്സ് ഓഫ് വിസ്ഡം. So spread happiness, be happy, stay happy. Thank you so much for listening to me, Chita.